കോട്ടയം കാട്ടിക്കുന്നിൽ വള്ളം മുങ്ങി ഒരാളെ കാണാതായി. ആലപ്പുഴ പാണാവള്ളി സ്വദേശി സുമേഷ് എന്ന കണ്ണനെയാണ് കാണാതായത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30ഓടെയായിരുന്നു അപകടമുണ്ടായത്. പാണാവള്ളി സ്വദേശികളായ 23 പേർ സഞ്ചരിച്ച വള്ളമാണ് ശക്തമായ കാറ്റിൽ മറിഞ്ഞത്. വള്ളത്തിലുണ്ടായിരുന്ന 22 പേരെയും രക്ഷപ്പെടുത്തി. കാണാതായ കണ്ണന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. തെരച്ചിലിന്റെ സമഗ്ര വിവരങ്ങൾ സനോജ് സുരേന്ദ്രൻ നൽകും. ആ റിപ്പോർട്ട് കൂടി കണ്ടുവരാം. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കാട്ടിക്കുന്നിൽ നിന്നും പാണാവള്ളിയിലേക്ക് പോയ വള്ളം മറിഞ്ഞ് 23 പേർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിൽ ഒരാളൊഴികെ 22 പേരെ രക്ഷപ്പെടുത്തി. ഒരാളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. മരണവീട്ടിൽ വന്ന ആളുകൾ സഞ്ചരിച്ച വള്ളമാണ് മറിയുന്ന സാഹചര്യമുണ്ടായത്. ഞങ്ങൾ ഒരു 10:30 ഇപ്പോൾ പാണാവള്ളിയിൽ നിന്ന് കാട്ടിക്കുന്ന് ഞങ്ങൾക്കൊരു മരിപ്പുണ്ടായിരുന്നു. ആ മരിപ്പ് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെ ചെന്ന് മരിപ്പിൻ്റെ ചടങ്ങുകളൊക്കെ എല്ലാം കഴിഞ്ഞ് വെച്ചും ഞങ്ങൾ തിരിച്ചു ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു 1:30 അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വള്ളത്തിൽ കയറി. പിന്നെ സ്ത്രീകളെല്ലാവരെയും വള്ളത്തിൻ്റെ കള്ളിയിലിരുത്തി. അപ്പോൾ കാറ്റ് ശക്തമല്ലായിരുന്നു. എന്നാലും വള്ളം വിട്ട് ഒരു 2 വള്ളപ്പാട് ഇങ്ങനെ മാറിയപ്പോൾ കാറ്റ് ശരിക്കും മുറിയപ്പോൾ ഞാൻ എൻജിൻ സ്ലോ ചെയ്തു. പിന്നെ കൂടുതൽ ഓടിക്കാൻ പറ്റില്ല. നേരെ വള്ളം കരയിട്ട് വെക്കാൻ ചെന്നാൽ വള്ളം എടുത്ത് കമത്തിക്കളയും. അങ്ങനെ കുറേ നേരം വള്ളം ഒഴുകി കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പെരുമ്പളത്തുള്ള ഒരു ചേട്ടൻ, കക്കാർത്തിയായിട്ട് വന്ന ഒരു ചേട്ടൻ വന്ന് പിന്നെ ഞങ്ങളുടെ പച്ച വന്ന് ആ പെണ്ണുങ്ങളൊക്കെ ആ വള്ളത്തെ പിടിപ്പിച്ച് പിന്നെ ഇവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന്. വള്ളം മറിഞ്ഞ ഉടൻ തന്നെ ഓടിക്കൂടിയ പ്രദേശവാസികളായ ആളുകളുടെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും ഒരു നാടിനെ ഒന്നാകെ രക്ഷപ്പെടുത്തിയത്. ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ നമ്മുടെ പാലാക്കരി ഫിഷ് ഫാം, അതുപോലെയുള്ള ഹൗസ് ബോട്ടിംഗ്, അവരെയുള്ള എല്ലാവരുടെയും സഹായം ആ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മൾ പഞ്ചായത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാം വിളിച്ച് മാനേജരെയൊക്കെ വിളിച്ച് പറഞ്ഞു. അവരൊക്കെ അപ്പം തന്നെ വന്നിരുന്നു. ഇനി വീട്ടുകാരുൾപ്പെടെയുള്ളവർ കണ്ടണ്ട് നിൽക്കുകയായിരുന്നു. വേറൊരു വള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വള്ളത്തെ പിടിച്ച് കിടന്നു. ആ വള്ളത്തെ പിടിച്ച് കിടന്നത് കൊണ്ടാണ് അപ്പോൾ ഞങ്ങളേലും ഇവർ വിഷമിച്ച്. പിന്നെ ഞങ്ങൾ ഈ 2 പേര് കൂടി വലിച്ച്, ഇവർക്ക് കയറാനൊന്നും പറ്റണില്ല, അനങ്ങാൻ പറ്റണില്ല. പിന്നെ ഞങ്ങൾ വലിച്ച് കയറ്റി തരാണ്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഈ കാണാതായ ആളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കുമെന്ന് സ്ഥലം MLA കൂടിയായിട്ടുള്ള CK ആശ വ്യക്തമാക്കി. തെരച്ചിലിൻ്റെ നടപടി പുരോഗമിച്ചു വരുന്നു. ഇപ്പോൾ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു. നേവിയുടെ തെരച്ചിൽ ടീമിനെ ഉൾപ്പെടെ വിന്യസിപ്പിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ആലപ്പുഴ പാണാവള്ളിയുടെ പരിധിയിൽ കൂടിയുള്ള ഒരു ആളായതുകൊണ്ട് അവിടുത്തെ കളക്ടറുമായിട്ട് നമ്മുടെ കോട്ടയം കളക്ടർ ബന്ധപ്പെട്ട് അതിനുവേണ്ട ഏർപ്പാട് ചെയ്യാമെന്നാണ്. വൈകുന്നേരത്തോടുകൂടി അപകടത്തിൽപ്പെട്ട വള്ളം പിന്നീട് കിലോമീറ്ററുകൾ അപ്പുറം 5 കിലോമീറ്റർക്ക് അപ്പുറത്തു നിന്നുമാണ് കരയ്ക്ക് അടുപ്പിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുള്ളത്.